തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് തൃശൂർ DCC. തൃശൂർ മണ്ഡലത്തിൽ 193 വോട്ടുകളിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തൽ. 143 ID കാർഡിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോലും ലഭ്യമല്ല എന്ന ആരോപണവുമായി ജോസഫ് ടാജറ്റ് രംഗത്ത് വന്നു. വോട്ട് കൊള്ളയ്ക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്നും ആരോപണമുണ്ട്. ഈ വോട്ട് കൊള്ളയ്ക്ക് പുറകിലുള്ള കുറുവാ സംഘം അകത്തും പുറത്തുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണഘടനാ അനുസൃതമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ കുറുവാ സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ID കാർഡ് നമ്പർ കൊടുത്താലും അതിൻ്റെ വിശദ വിവരങ്ങൾ വരണം. ഇത് വരാതിരിക്കുമ്പോൾ അതിൽ വലിയ ദുരൂഹതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പുറമെ മാത്രമല്ല അകത്തും ഈ സംഘമുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലും ഈ സംഘമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ ചേരുന്നു. ലെവിൻ, ഇതിപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ കൂടുതൽ വിവരങ്ങളുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് വാർത്താസമ്മേളനം നടത്തിയാണോ ഇക്കാര്യങ്ങൾ പറഞ്ഞത്? അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, വോട്ട് ചോരി വിവാദത്തിന് പിന്നാലെ പുറത്തു വന്ന വോട്ടർ പട്ടികയുടെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പരിശോധന DCC നേതൃത്വത്തിന് ആരംഭിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പരിശോധനകളിൽ വിവിധ ബൂത്തുകളിലായി നടത്തിയ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ പരിശോധനയുടെ ആദ്യഘട്ടത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 193 വോട്ടുകൾ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളുകളുടേതായി പുതുതായി ചേർക്കപ്പെട്ടു എന്നുള്ള കണ്ടെത്തലാണ് DCC നടത്തിയിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വിവിധ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന വിശകലനത്തിന് ശേഷം ഈ വിവരങ്ങൾ DCC പ്രസിഡന്റ് തെളിവ് സഹിതം പുറത്തുവിടുന്നത്. 143 ID കാർഡിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ് ടാജറ്റ് പറയുന്നത്. 52 പേർ, ഇതിൽ തന്നെയുള്ള 52 പേർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളുകളാണ്. ഈ വോട്ട് ചോർച്ചയ്ക്കും ക്രമക്കേടുകൾക്കും പിന്നിലുള്ള ആളുകൾ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. ഈ BJPക്ക് ഉള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും കുറുവാ സംഘങ്ങൾ ഈ വോട്ടെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി അത് തെളിവുകൾ സഹിതം പുറത്തുവിടുമെന്ന് തന്നെയാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. തൃശ്ശൂരിലെ 8 ബൂത്തുകളെ അടിസ്ഥാനമാക്കി ബൂത്ത് നമ്പർ 25, 32, 36, 37, 38, 39, 42, 58 എന്നിങ്ങനെ 8 ബൂത്തുകളെ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ക്രമക്കേടുകളിൽ 193 വോട്ടുകളുണ്ട്. അതിൽ 141 കൃത്യമായ രേഖകളും വിലാസങ്ങളും രേഖപ്പെടുത്താതെയുള്ള വോട്ടുകളാണ്. അതിൽ തന്നെ 52 വോട്ടുകളും മറ്റും കൃത്യമായ യാതൊരു മേൽവിലാസം പോലും ഇല്ലാത്ത വ്യക്തികളുടേതാണെന്നും പറയുന്നു. 143 വോട്ടുകൾ ഇത്തരത്തിൽ ക്രമക്കേടുകളുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ പോൾ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ തുടരുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും പുറത്തേക്ക് വരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് TN പ്രതാപനും മറ്റും നൽകിയ കേസുമായി ഉള്ള മുന്നോട്ട് പോക്ക് നിയമപരമായ രീതിയിലും അത്തരത്തിൽ കേസിനെ നേരിടും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ടാജറ്റ് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തൃശൂർ DCC. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദത്തിൽ ഒരൽപ്പം മറ്റ് വാർത്തകളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാതിരുന്ന കോൺഗ്രസ് ഈ വോട്ട് കൊള്ളയുടെ വിശദാംശങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ലെവിൻ K. വിജയൻ തന്ന വിവരങ്ങൾ.